ഇത് ബാനാസുര ഡാമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാനാസുര ഡാം വയനാട്. ലൈറ്റ് കുറവാണ് ഇവിടെ. ഇങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ വയനാട് ചുരം കയറി കഴിഞ്ഞ് ലക്കിടിയുടെയും വൈത്തിരിയുടെയും ഇടയിലായിട്ടാണ് ഇങ്ങോട്ടേക്കുള്ള റോഡ് കിടക്കുന്നത്. നമ്മൾ ഇവിടെ ചെറിയൊരു ടിക്കറ്റ് ചാർജ് ഉണ്ട്. 50 രൂപയാണ് ഇങ്ങോട്ടുള്ള എൻട്രൻസ് ഫീ. അത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഉയരത്തേക്ക് കയറി പോകണം. നടന്നു പോകാൻ വലിയ ബുദ്ധിമുട്ടാണത്. അതുകൊണ്ട് തന്നെ താഴെ നിന്നും നമുക്ക് ട്രാവലർ സർവീസ് ഉണ്ട്. ഒരാൾക്ക് 15 രൂപയാണ് ഈ ഡാമിൻ്റെ മുകളിലെത്താൻ അവർ ചാർജ് ചെയ്യുന്നത്. തിരിച്ച് അങ്ങോട്ടും 15 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും താഴേക്കും എത്തിക്കും. ഈ ഡാമിൻ്റെ ഒരു വശത്ത് നല്ല അതിമനോഹരമായ പുൽമേടകളാണ്, മറുവശത്ത് അതിവിശാലമായ ഡാമും അതിനെ ചുറ്റിക്കെടുക്കുന്ന പർവ്വത നിരകളും പ്രകൃതിയുടെ വരമായി തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ഇവിടെ ഇടയ്ക്കിടയ്ക്കെല്ലാം കാണാൻ കഴിയുന്ന ഒരു സംഭവമാണിത്, പാമ്പുകളെ സൂക്ഷിക്കുക. ഇവിടെ ഈ ഭാഗത്ത് ഈ ഒരു തടാകത്തിൻ്റെ ഓരത്തായിട്ട് ഒരുപാട് കരിങ്കല്ലുകൾ കൂടിക്കിടക്കുന്നുണ്ട്. ഇതിനിടയിൽ പാമ്പ് ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാവാം പാമ്പുകളെ സൂക്ഷിക്കുക എന്ന ബോർഡ് ഇടയ്ക്കിടയ്ക്ക് കാണുന്നത്. വളരെ ദൂരേക്ക് നോക്കിയാൽ കോട, അതായത് മഞ്ഞ് ഇറങ്ങിക്കിടക്കുന്ന കാഴ്ച ഇങ്ങനെ അതിമനോഹരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത്യാവശ്യം മഴക്കാറൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് എൻജോയ് ചെയ്യാൻ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. വലിയ ബോട്ടും ചെറിയ ബോട്ട് സർവീസും ഉണ്ട്. വലിയ ബോട്ടിൻ്റെ സമയം കഴിഞ്ഞിരുന്നു ഞങ്ങൾ ചെന്നപ്പോഴേക്കും. പിന്നെ ചെറിയ ബോട്ടാണ് കിട്ടിയത്. അത് ബോട്ടല്ല, കൊട്ടവഞ്ചി. ഒരു 20 മിനിറ്റ് നേരമാണ് ഇതിൽ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് നമുക്ക് സർവീസ് തരുന്നത്. അതിനെത്ര 500 രൂപയോ മറ്റോ ആണ് അവർ ചാർജ് ചെയ്യുന്നത്. പ്രകൃതി രമണീയമായ കാഴ്ചകൾ, ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുത കാഴ്ചകൾ. സൃഷ്ടാവിനെ വീണ്ടും വീണ്ടും ഓർക്കും ഇത്തരം കാഴ്ചകൾ കാണുമ്പോൾ. ഇത് ബാനാസുര ഡാമിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തടാകത്തിലൂടെയുള്ള ബോട്ട് യാത്രയൊക്കെ ആഗ്രഹിച്ച് വരുന്നവർ ഒരു 3-4 മണിക്ക് തന്നെ എത്താൻ ശ്രമിക്കുന്നതാണ് നല്ലത്. കാരണം ഒരു 5:30 മണി 6 മണിക്കുള്ളിലായിട്ട് എല്ലാ സർവീസുകളും ഇവിടെ ക്ലോസ് ആവും. പിന്നെ താഴേക്ക് ഏകദേശം 1 കിലോമീറ്ററോളം നമ്മൾ ഇറങ്ങേണ്ടതുണ്ട്. വീഡിയോ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു.